ഗൈസ് നമ്മൾ ഇന്നും മുമ്മൂനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇന്ന് പോകുന്നത് കണ്ണൂരാണ്. അപ്പം ഇന്നലെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് നമ്മൾ മുമ്മൂനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുന്ന കാര്യമില്ല വീഡിയോ മാത്രം എടുത്തിട്ടുള്ളൂ. പിന്നെ അങ്ങോട്ട് നമ്മൾ ഓപ്പറേഷൻ തിയേറ്റർ കയറ്റുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. പിന്നീട് അങ്ങോട്ട് നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. കാരണം പിന്നീട് അങ്ങോട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത് മുമ്മൂന് കുറച്ച് സീരിയസ് ആണെന്ന് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കിയത്. അതോടെ വീഡിയോ എടുത്തിട്ട് അവിടെ നിർത്തി. അപ്പം ഇന്നലെ അവർക്ക് ബ്ലോക്കൊന്നും മാറ്റാൻ കഴിയുന്നുണ്ടായിട്ട് അപ്പോൾ അവർ ജസ്റ്റ് യൂറിൻ ഇഞ്ചക്ഷൻ വെച്ച് വയറ്റിന് കുത്തിയെടുക്കുക ചെയ്ത് സ്റ്റോണെല്ലാം പൊടിഞ്ഞിട്ട് യൂറേത്തരേൻ്റെ എൻഡിൽ വേണ്ടി നിൽക്കുന്നതിനോട് അതിന് യൂറിൻ പാസ്സാവുന്നില്ല. അതാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതിന് യൂറോത്രോസ്റ്റോമി ചെയ്യണം. അപ്പോൾ അതെവിടെയും ഇല്ലെന്ന് മാംഗ്ലൂരാണ്. പിന്നെ കണ്ണൂർ വെറ്റിനറി സെൻറ്ററിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. നമ്മൾ കുറേ ഡോക്ടറെ വിളിച്ചു. അവർക്കൊന്നും ആടുത്തെ ഡീറ്റെയിൽസ് അറിയില്ല. എനിക്കത് ഡോക്ടേഴ്സിനെല്ലാം വിളിച്ചു. പക്ഷേ അവർക്കൊന്നും ആടുത്തെ ഡീറ്റെയിൽസിനെ പറ്റി അറിയില്ല. ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ചോദിച്ചാൽ ഇന്ന് അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ എന്തായാലും യൂറിൻ എടുത്ത് കളഞ്ഞു. ബട്ട് ഇപ്പോൾ ആദ്യം എന്തായാലും യൂറിൻ തുറന്നിട്ടുണ്ടാവും. അവിടെ പോയിട്ട് യൂറോത്രോസ്റ്റോമി ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂറിനെങ്കിലും എടുത്ത് കളഞ്ഞിട്ട് നാളെ മാംഗ്ലൂർ പോകാനാണ് നമ്മുടെ പ്ലാൻ. കുറച്ച് കോസ്റ്റ്ലിയാണ്. അവിടെ നമ്മൾ ചെയ്യാണ്ടിരിക്കാനും നമുക്ക് പറ്റില്ല. പിന്നെ എൻ്റെ മുമ്മൂൻ്റെ ആദ്യത്തെ ട്രെയിൻ ജേണി അല്ല ഇത്. നമ്മൾ ട്രെയിനിനാണ് പോകുന്നത്. ആദ്യത്തെ ട്രെയിൻ ജേണി ഒന്നല്ല. മുമ്മൂനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ട്രെയിനിനാണ്. മലപ്പുറത്ത് തിരൂരിന്ന് ചെറുതൂരിലേക്കാണ് ട്രെയിനിന് കൊണ്ടുവന്നത്. അതുകൊണ്ട് മുമ്മൂന് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ല. ബട്ട് മുമ്മു ഇങ്ങനെ ട്രെയിൻ വരുമ്പോഴെല്ലാം പേടിക്കുന്നുണ്ട്. മാംഗ്ലൂർ സൈഡിലേക്കെല്ലാം ട്രെയിൻ പോകുമ്പോൾ മുമ്മു കുറച്ച് പേടിക്കുന്നുണ്ട്. നോക്കാം, നമുക്ക് അവിടെ ഉണ്ടായ മതിയായിരുന്നു യൂറോത്രോസ്റ്റോമി അല്ലേ. എല്ലാവരും പ്രാർത്ഥിക്കണം എൻ്റെ മുമ്മ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. നമുക്ക് ഫുള്ള് കാലക്കേടാണ്. ഇന്നലെയും കാലക്കേട്. ഇന്നലെ നമ്മൾ കുറേ ബസ് മാറിക്കറിയിൽ ഒരു ബസ് എന്തോ ആയി. എന്നിട്ട് നമ്മൾ മാറിക്കയറി, നമ്മളവിടുന്ന് ഇറക്കി വിട്ടു. ഇന്നാണെങ്കിൽ ട്രെയിൻ ലേറ്റ് കാസർഗോഡ് നിൽക്കുന്നുണ്ട്. നമ്മളെ മുന്നിൽ എഗ്മോർ ഉണ്ടായിനി. ബട്ട് നമ്മൾ എഗ്മോറിൽ കയറില്ല. കാരണം എഗ്മോറിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റ് കുറവാണ്. ബട്ട് അതിൽ സ്ലീപ്പറിൽ കയറാം. ബട്ട് ചിലപ്പം ടിറ്റർ എന്നിട്ട് പറയും മാറിക്കയറാൻ. അപ്പം നമ്മൾ വെച്ചു എറണാകുളത്തിലെ മര്യാദക്ക് പോവാം. എല്ലാം തലവിധി വേറെന്താ പറയുക. അപ്പം ഗൈസ് അടുത്ത ട്രെയിനും വരുന്നുണ്ട്. മുമ്പ് നല്ലോണം പേടിക്കും. പാവം തന്നെ, എനിക്കെന്തോ സങ്കടം തോന്നുന്നുണ്ട് അതിൻ്റെ കാര്യത്തിൽ. അടുത്ത ട്രെയിനും വന്നുകൊണ്ടിരിക്കുന്നതാണ്. മുമ്പ് താഴേന്ന് പേടിച്ചിട്ട് എന്തെല്ലോ ചെയ്യുന്നുണ്ട് അതിനുള്ളിൽ. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എത്തി. എന്നിട്ട് ജസ്റ്റ് ചായയൊക്കെ കുടിച്ചു. അത്തമ്മ ഞങ്ങൾക്ക് എക്സാക്റ്റ് ലൊക്കേഷൻ ഈ ഹോസ്പിറ്റൽ എവിടെയാണെന്ന് നമുക്ക് അറിയില്ല. പിന്നെ അവിടെയുള്ളവർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഇപ്പം പോവുകയാണ്. മുമ്പ് ആദ്യമായിട്ടാണ് ലിഫ്റ്റിൽ കയറുന്നത്. അതിനെങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം എന്തായാലും ഒരു വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പോൾ മുമ്പ് ജസ്റ്റ് ഒന്ന് പേടിച്ചിട്ടുണ്ടാവുമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ലിഫ്റ്റൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലേ. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ എല്ലാം കഴിഞ്ഞതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. കാരണം എനിക്ക് അവിടെ എത്തിയത് മുതൽ എനിക്കൊരു വീഡിയോ എടുക്കാനുള്ള ഒട്ടും ഒരു സമയം ഉണ്ടായിരുന്നില്ല. ഫുൾ ടൈം ഓട്ടപ്പാച്ചിൽ തന്നെ വേണമെങ്കിൽ പറയാം. കാരണം നല്ല തിരക്കുള്ളൊരു ഹോസ്പിറ്റലാണ്. അപ്പം ഡോക്ടേഴ്സിൻ്റെ എണ്ണവും കുറവാണ്. പിന്നെ അസിസ്റ്റൻസിൻ്റെയും നേഴ്സിൻ്റെ ഒക്കെ കുറവ് എനിക്ക് അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ തന്നെയാണ് യൂറിൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഡോക്ടറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡോക്ടർ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ എവിടേക്കോ പറഞ്ഞേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട്. ഞാനെന്നെ ആ കണ്ണൂർ ടൗണിൻ്റെ ആ പഴയ ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഞാൻ കുറേ പ്രാവശ്യം എനിക്ക് പോകേണ്ടിരുന്നു. അവിടുത്തെ ഓരോ മെഡിക്കൽ സ്റ്റോർ എനിക്ക് കയറി ഇറങ്ങേണ്ടി വന്നു ഓരോ സാധനം ചോദിച്ചിട്ടും. നമ്മുടെ കത്തീഡ്രൽ കിട്ടാൻ തന്നെ കുറേ സ്റ്റോറിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവസാനം എവിടെ നിന്നോ കത്തീഡ്രൽ 4 പകരം കത്തീഡ്രൽ 3 ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ബട്ട് മുമ്പ് അവസാനം കത്തീഡ്രൽ വെച്ചിട്ടാണ് ഡോക്ടർ യൂറിൻ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. മുമ്പ് ഇപ്പോൾ ഓക്കെയാണ്, ഓപ്പറേഷനൊന്നും വേണ്ട. അപ്പം ഞങ്ങളിനി വേഗം വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ബൈ.